വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ എന്നീ അപരനാമങ്ങളിലൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ നവോത്ഥാന നായകനെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന നവോത്ഥാന നായകന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1879 മുതൽ 1939 വരെയാണ്. അപ്പൊ 1879 ഫെബ്രുവരി 17 പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പൊയ്കയിൽ യോഹന്നാൻ ജനിക്കുന്നത്. അപ്പൊ പൊയ്കയിൽ യോഹന്നാൻ എന്നാ ജനിച്ചേ? 1879 ഫെബ്രുവരി 17 ജനിച്ചത്. ഇദ്ദേഹം ജനിച്ച വർഷത്തിനേക്കാൾ ഉപരി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ്. എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂറാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് പൊയ്കയിൽ കണ്ടൻ. ആരാണ്? പൊയ്കയിൽ കണ്ടൻ. മാതാവിന്റെ പേര് ലേച്ചി. എന്താണ്? ലേച്ചി. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണ് അല്ലെ. ലേച്ചി എന്നാണ് മാതാവിന്റെ പേര്. ഭാര്യയുടെ പേര് ജാനമ്മ എന്നാണ്. ഭാര്യ ജാനമ്മ. ഇദ്ദേഹം ഒരു പറയ സമുദായത്തിലാണ് ജനിച്ചത്. ജനിച്ച സമുദായം പറയ സമുദായം. ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്താണ്? ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമം കുമാരൻ എന്നാണ്. കുമാരൻ. ചിലയിൽ കുമാരൻ എന്നും കാണാം. അപ്പൊ കുമാരൻ അല്ലെങ്കിൽ കുമാരൻ എന്ന ബാല്യകാല നാമം ആർക്കുണ്ടായിരുന്നു? പൊയ്കയിൽ യോഹന്നാൻ ഉണ്ടായിരുന്നു. ഇനി ഇദ്ദേഹത്തിന് കുറെ വിശേഷണങ്ങളുണ്ട്. കുമാര ഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ, കേരള നെപ്പോളിയൻ. ഇദ്ദേഹത്തെ മറ്റുള്ളവർ ഉയർന്ന ജാതിക്കാര് കളിയാക്കി വിളിച്ചു പുലയൻ മത്തായി, പറയൻ യോഹന്നാൻ. അപ്പൊ ഇതൊക്കെ ആരുടെ പേരാ? പൊയ്കയിൽ യോഹന്നാന്റെ പേരുകളാണ്. എന്തൊക്കെയാണ്? കുമാര ഗുരുദേവൻ എന്നൊരു പേരുണ്ട്, പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു, കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു, പുലയൻ മത്തായി, പറയൻ യോഹന്നാൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു. അപ്പൊ 1879 മുതൽ 1939 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. അദ്ദേഹം 1879 ഫെബ്രുവരി 17 പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛൻ പൊയ്കയിൽ കണ്ടൻ, അമ്മ ലേച്ചി, ഭാര്യ ജാനമ്മ. അദ്ദേഹം ജനിച്ച സമുദായം പറയ സമുദായം. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം കുമാരൻ അല്ലെങ്കിൽ കുമാരൻ. ഇനി ഇദ്ദേഹത്തിന്റെ അപരനാമങ്ങൾ കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ, കേരള നെപ്പോളിയൻ, പുലയൻ മത്തായി, പറയൻ യോഹന്നാൻ. ഇനി 1879 ഇദ്ദേഹം ജനിക്കുന്നു. 1891 ഇദ്ദേഹത്തിന്റെ കുടുംബം മൊത്തം ക്രിസ്തു മതം സ്വീകരിക്കുന്നു. അപ്പൊ 1891 പൊയ്കയിൽ യോഹന്നാന്റെ കുടുംബം അല്ലെങ്കിൽ കുമാരന്റെ കുടുംബം ക്രിസ്തു മതം സ്വീകരിച്ചത്. ഈ ക്രിസ്തുമതം സ്വീകരിച്ച ശേഷമാണ് ഈ കുമാരൻ യോഹന്നാൻ എന്ന പേര് സ്വീകരിക്കുന്നത്. ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരെന്തായി? കുമാരൻ എന്നായി. അങ്ങനെ ക്രിസ്തുമതം സ്വീകരിച്ചു. അദ്ദേഹം ഉപദേശിയായി പല സഭകളിലും പ്രവർത്തിച്ചു. അദ്ദേഹം ആദ്യം മാർത്തോമ ചർച്ചിൽ ചേർന്നു, പിന്നീട് ബ്രദറൻ മിഷനിൽ ചേർന്നു. അങ്ങനെ പല മിഷനുകളിലും പല ചർച്ചിലൊക്കെ അംഗമായി പല സഭകളിലൊക്കെ അദ്ദേഹം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. എന്തുകൊണ്ടാണ്? അതായത് അന്നത്തെ കാലത്ത് ക്രിസ്ത്യാനികൾക്കിടയിലും എങ്ങനെ ഉണ്ടായിരുന്നു? ഉയർന്ന ജാതി അല്ലെങ്കിൽ താഴ്ന്ന ജാതി എന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സംഭവം എടുത്തു കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം നടത്തിയത്. പക്ഷെ നടത്തിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യം ഉണ്ടായില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. 1906 വാകത്താനം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം എന്ത് നടത്തുക എന്നാ പറയണത്? ബൈബിള് കത്തിക്കാണ്. അവിടെ ഒരു ലഹള നടന്നു. ആ ലഹളയുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് വാകത്താനം ലഹള എന്നാണ് അതിന്റെ പേര്. ഇദ്ദേഹം നടത്തിയ അടിലഹളകളിൽ ഒന്നാണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ വാകത്താനത്ത് വെച്ച് 1906 അദ്ദേഹം ബൈബിൾ കത്തിച്ചു. എന്നിട്ട് അദ്ദേഹം എന്താണ്? ക്രൈസ്തവ മതം വിടുന്നു. എന്നിട്ട് ദ്രാവിഡ ദളിതൻ എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്നു. എന്താണ് ദ്രാവിഡ ദളിതൻ എന്ന് പറഞ്ഞാൽ? ഞാൻ ക്രിസ്ത്യാനിയുമല്ല ഹിന്ദുവുമല്ല. ആദ്യം ഹിന്ദു ആയിരുന്നല്ലോ, പിന്നെ ക്രിസ്ത്യാനി ആയതല്ലേ. അപ്പൊ ഞാൻ ക്രിസ്ത്യാനിയുമല്ല ഹിന്ദുവുമല്ല എന്ന ആശയം മുന്നോട്ട് വെച്ച് ദ്രാവിഡ ദളിതൻ എന്ന ആശയം ഉയർത്തിപ്പിടിച്ചു. അപ്പൊ ഈ പറഞ്ഞതൊന്നും കൂടെ പറയാം. 1891 യോഹന്നാന്റെ കുടുംബം ക്രിസ്തുമതം സ്വീകരിക്കുന്നു. പിന്നീട് യോഹന്നാൻ എന്ന പേര് സ്വീകരിക്കുന്നു.
അദ്ദേഹം ഉപദേശിയായി പല സഭകളിലും പ്രവർത്തിക്കുന്നു. അദ്ദേഹം ആദ്യം മാർത്തോമ ചർച്ചിൽ ചേരുന്നു. പിന്നീട് അദ്ദേഹം എന്താ പറയാ മാർത്തോമ ചർച്ചിൽ ചേർന്നു. അതിനുശേഷം ബ്രദറൻ മിഷനിൽ ചേർന്നു. ഇങ്ങനെയൊക്കെ ആയിട്ടും പ്രത്യേകിച്ച് ആ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾ അവിടെ പോണില്ലാന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വാകത്താനം ലഹളയുടെ ഭാഗമായി 1906 അദ്ദേഹം ബൈബിൾ കത്തിക്കുകയും അദ്ദേഹം ക്രൈസ്തവ മതം വിടുകയും ചെയ്യുന്നു. ക്രൈസ്തവ മതം വിട്ട് അദ്ദേഹം ഒരു ആശയം സ്വീകരിക്കുകയാണ്. ആ ആശയത്തിന്റെ പേരാണ് ദ്രാവിഡ ദളിതൻ. എന്താ ദ്രാവിഡ ദളിതൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ക്രിസ്ത്യാനിയും അല്ല, ഞാൻ ഹിന്ദുവുമല്ല എന്ന ആശയമാണ് ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ദളിതരുടെ മോചനത്തിന് വേണ്ടി 1909 പൊയ്കയിൽ യോഹന്നാൻ ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS. ദളിതരുടെ മോചനത്തിനായിട്ട് 1909 പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ചതാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ PRDS എന്ന് പറയുന്നത്. ഇതിന് ശേഷമൊക്കെയാണ് അദ്ദേഹം കുമാരഗുരുദേവൻ, പൊയ്കയിൽ യോഹന്നാൻ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. ഇതിന്റെ PRDSന്റെ ആസ്ഥാനം പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയ്ക്കടുത്ത് ഇരവിപേരൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതിന് 2 ഉപ ആസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് പത്തനംതിട്ടയിലെ തന്നെ അമരക്കുന്നും, അടുത്തത് നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ഉദിയൻ കുളങ്ങരയുമായിരുന്നു. അപ്പൊ PRDSന്റെ ആസ്ഥാനം ഇരവിപേരൂരാണ്. PRDSന്റെ 2 ഉപ ആസ്ഥാനങ്ങൾ അമരക്കുന്നും ഉദിയൻ കുളങ്ങരയുമാണ്. ഈ PRDS സ്ഥാപിച്ച വർഷം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. PRDS സ്ഥാപിച്ച വ്യക്തിയുടെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. PRDSന്റെ ആസ്ഥാനം, ഇതൊക്കെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ PRDSന് ഒരു മുഖപത്രമുണ്ട്. മുഖപത്രത്തിന്റെ പേര് ആദിയാർ ദീപം എന്നാണ്. PRDSന്റെ മുഖപത്രത്തിന്റെ പേര് ആദിയാർ ദീപം എന്നാണ്. ഇനി PRDS എന്ന് പറയുന്ന സംഘടനയിലെ ക്രൈസ്തവർക്കും അതുപോലെ തന്നെ ക്രൈസ്തവർ അല്ലാത്ത ദളിതർക്കും, അതായത് ദളിതരിൽ നിന്ന് ക്രൈസ്തവരിലേക്ക് വന്നിട്ടുള്ളവർക്കും അല്ലാത്ത ദളിതർക്കും ഒക്കെ തന്നെ അദ്ദേഹം അംഗത്വം നൽകി. അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിന് വേണ്ടിയിട്ട്, അവശത അനുഭവിക്കുന്ന ജനവിഭാഗം എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ മോചനത്തിനായി യോഹന്നാൻ ധാരാളം പ്രക്ഷോഭങ്ങൾ നടത്തുകയുണ്ടായി. യോഹന്നാന്റെ അത്തരം പ്രക്ഷോഭങ്ങളെ പൊതുവായി അടിലഹള എന്ന് വിശേഷിപ്പിക്കുന്നു. എന്ത് വിളിക്കുന്നു? അടിലഹള എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞത് നമുക്ക് ഒന്നും കൂടെ പറയാം. ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ സ്ഥാപിച്ച സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ. 1909 PRDS സ്ഥാപിക്കുന്നത്. ആസ്ഥാനം ഇരവിപേരൂരാണ്. 2 ഉപ ആസ്ഥാനങ്ങളുണ്ട്. ഒന്ന് അമരക്കുന്നും അടുത്തത് ഉദിയൻ കുളങ്ങരയുമാണ്. PRDSന്റെ മുഖപത്രത്തെ ആദിയാർ ദീപം എന്ന് വിളിക്കുന്നു. ക്രൈസ്തവർക്കും ക്രൈസ്തവർ അല്ലാത്ത ദളിതർക്കും ഈ സംഘടനയിൽ അദ്ദേഹം അംഗത്വം നൽകി. അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക്, പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ മോചനത്തിന് വേണ്ടി യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങളെ അടിലഹള എന്ന് വിളിക്കുന്നു. വാകത്താനം ലഹള, കോഴിക്കുംചിറ ലഹള, മംഗലം ലഹള, വെള്ളിനടി ലഹള, വെട്ടിയാട് ലഹള തുടങ്ങിയവ അടിലഹളകൾക്ക് ഉദാഹരണമാണ്, അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ അടിലഹളകളാണ്. വാകത്താനം ലഹള, ഈ വാകത്താനം ലഹളയോട് അനുബന്ധിച്ചാണ് അദ്ദേഹം എന്ത് കത്തിക്കുന്നത്? ബൈബിൾ കത്തിക്കുന്നത്. കൊഴിക്കും ചിറ ലഹള, മംഗലം ലഹള, വെള്ളിനടി ലഹള, വെട്ടിയാട് ലഹള, ഇതൊക്കെ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? അടിലഹളയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഈ വെട്ടിയാട് ലഹള എന്ന് പറഞ്ഞാൽ, വെട്ടിയാട് PRDSന്റെ ഒരു യോഗം ഉണ്ടായിരുന്നു. മിക്ക സ്ഥലങ്ങളിലും ഉണ്ടായ പ്രക്ഷോഭങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെ ക്രിസ്ത്യാനികൾ ആക്രമിക്കുകയാണ്. ക്രിസ്ത്യാനികൾ ആക്രമിച്ചിട്ട് ഈ യോഗത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ മരിക്കുകയാണ്. അതാണ് വെട്ടിയാട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അവശത അനുഭവിക്കുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങളെ മൊത്തത്തിൽ നമ്മൾ അടിലഹള എന്ന് വിളിക്കുന്നു. വാകത്താനം ലഹള, അത് അവിടെ ബൈബിൾ കത്തിച്ചതാന്ന് ഓർക്കുക. കൊഴിക്കും ചിറ ലഹള, അതുപോലെ തന്നെ മംഗലം ലഹള, വെള്ളിനടി ലഹള, വെട്ടിയാട് ലഹള, ഇതൊക്കെ തന്നെ അടിലഹളകൾക്ക് ഉദാഹരണങ്ങളാണ് എന്നും കൂടി ഓർത്തു വയ്ക്കാം. ഇനി മാരാമൺ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം. മാരാമൺ കൺവെൻഷൻ ഒക്കെ നമ്മൾ പത്തനംതിട്ട ജില്ല പഠിക്കുമ്പോൾ പഠിക്കും. ആ മാരാമൺ എന്ന സ്ഥലത്ത് നിന്ന് ഇരവിപേരൂരിലേക്ക് 10,000 ആൾക്കാരടങ്ങുന്ന ഒരു ജാഥ ഇദ്ദേഹം നയിക്കുകയുണ്ടായി. ഇതൊക്കെ വളരെയധികം ചരിത്ര സംഭവമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ജാഥ അന്ന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും പിന്നീട് ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു കാര്യമാണ്. മാരാമൺ എന്ന സ്ഥലത്ത് നിന്ന് ഇരവിപേരൂരിലേക്ക് 10,000 അടങ്ങുന്ന അദ്ദേഹത്തിന്റെ ജാഥ കേട്ടോ. ഇനി
പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. താഴെ പറയുന്നവയിൽ PRDSന്റെ സജീവ പ്രവർത്തകൻ അല്ലാത്തത് ആരാണ്? അപ്പൊ 4 ഓപ്ഷൻ അന്ന് തന്നു. അപ്പൊ നമ്മൾ PRDSന്റെ സജീവ പ്രവർത്തകർ ആര് എന്ന് പഠിക്കുക. ഒന്ന് പൊയ്കയിൽ യോഹന്നാൻ ഒരു സജീവ പ്രവർത്തകനാണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. സൈമൺ യോഹന്നാൻ, വെള്ളിക്കര മത്തായി ഉപദേശി, കാളയിൽ പത്രോസ് മൂപ്പൻ. ചോദിച്ച ചോദ്യമാണ്, ശ്രദ്ധിച്ചു പഠിക്കുക. സൈമൺ യോഹന്നാൻ, വെള്ളിക്കര മത്തായി ഉപദേശി, കാളയിൽ പത്രോസ് മൂപ്പൻ തുടങ്ങിയവർ PRDSന്റെ സജീവ പ്രവർത്തകരായിരുന്നു. ഇനി 1931 അതുപോലെ തന്നെ 1921 ഈ 2 വർഷങ്ങളിലും ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? പൊയ്കയിൽ യോഹന്നാൻ. 1921-31 കാലഘട്ടങ്ങളിൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാൻ. അവിടെ ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം സ്കോളർഷിപ്പ് വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം നിർദ്ദേശിക്കേണ്ടായി. ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം എന്തു കൊടുക്കണം? സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കണം. അതുപോലെ തന്നെ സർക്കാർ അനുമതിയോട് കൂടിയിട്ട് തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്ക് വേണ്ടി അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാലയം തന്നെ ആരംഭിച്ചു. തിരുവിതാംകൂർ സർക്കാരിന്റെ അനുമതിയോട് കൂടിയിട്ട് അയിത്ത ജാതിക്കാർക്കായി ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. ദളിതർക്ക് പ്രത്യേക പള്ളിയൊക്കെ സ്ഥാപിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനെതിരെ ധാരാളം ശബ്ദമുയർത്തുകയും പ്രക്ഷോഭങ്ങൾ ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് പൊയ്കയിൽ യോഹന്നാൻ. ദളിതർക്ക് പോകാൻ വേണ്ടി മാത്രമായിട്ടേ പ്രത്യേക പള്ളി സ്ഥാപിച്ചിരുന്നു അന്ന്. അതിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ. അതുപോലെ തന്നെ പരീക്ഷയുടെ അടുത്തൊരു ചോദ്യമാണ്, അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിൽ അംഗമായ നവോത്ഥാന നായകൻ താഴെ പറയുന്നവയിൽ ആരാണ്? ആരാണ്? നമ്മുടെ പൊയ്കയിൽ യോഹന്നാൻ. അപ്പൊ അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിൽ അംഗമായിരുന്ന നവോത്ഥാന നായകൻ കൂടിയാണ് ആര്? നമ്മുടെ പൊയ്കയിൽ യോഹന്നാൻ. 1937 ഗാന്ധിജി ഇവിടെ വരികയുണ്ടായി, നമുക്കറിയാം, കേരളത്തില്. അപ്പൊ ഗാന്ധിജിയെ നെയ്യാറ്റിൻകരയിൽ വെച്ച് കണ്ടുമുട്ടിയ നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. 1937 ഗാന്ധിജി അദ്ദേഹം കണ്ടുമുട്ടിയത് നെയ്യാറ്റിൻകരയിൽ വെച്ചാണ്. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിന്റെ പേര് രത്നമണികൾ എന്നാണ്. പൊയ്കയിൽ യോഹന്നാന്റെ ഒരു കവിതാ സമാഹാരം ഉണ്ട്, രത്നമണികൾ. പൊയ്കയിൽ യോഹന്നാന്റെ മരണമാണ് ഇനി അടുത്തത് പറയണം. 1939 ജൂൺ 29 അദ്ദേഹം ധരിക്കുകയാണ്. 1939 ജൂൺ 29. പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം രചിച്ചത് MR രേണുകുമാർ ആണ്. MR രേണുകുമാർ. ലാസ്റ്റ് പറഞ്ഞത് ഒന്നും കൂടെ നമുക്ക് പറയാം. PRDSന്റെ സജീവ പ്രവർത്തകർ ആരൊക്കെയാണ്? സൈമൺ യോഹന്നാൻ, വെള്ളിക്കര മത്തായി ഉപദേശി, കാളയിൽ പത്രോസ് മൂപ്പൻ തുടങ്ങിയവരാണ്. 1921-31 കാലഘട്ടത്തിൽ ശ്രീമൂലം പ്രജാസഭയിൽ ഇദ്ദേഹം അംഗമാകുന്നു. ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം സ്കോളർഷിപ്പ് വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ ഇദ്ദേഹം ആവശ്യപ്പെടുന്നു. താഴ്ന്ന പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് തിരുവിതാംകൂർ സർക്കാരിന്റെ അനുമതിയോടുകൂടി ഇദ്ദേഹം സ്ഥാപിക്കുന്നു. അതുപോലെ തന്നെ ദളിതർക്ക് പ്രത്യേകം പള്ളികൾ സ്ഥാപിക്കുന്നതിൽ എതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനും ഇദ്ദേഹമാണ്. 1937 ഇദ്ദേഹം ഗാന്ധിജിയെ നെയ്യാറ്റിൻകരയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിൽ അംഗമായ പ്രശസ്തനായിട്ടുള്ള നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. ഇദ്ദേഹത്തിന്റെ മരണം 1939 ജൂൺ 29. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം രത്നമണികൾ. പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു കൃതി രചിച്ചത് MR രേണുകുമാർ. ഇത്രയാണ് പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന ടോപ്പിക്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.